സോ ഇന്നൊരു ഓണം സെലിബ്രേഷനാണ്. ഞങ്ങൾ ബാംഗ്ലൂർ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലുള്ള ഓണം സെലിബ്രേഷനാണ്. ഞങ്ങൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ സെലിബ്രേഷനാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇത് രാവിലത്തെ ലുക്ക് ഇത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കഴിഞ്ഞിട്ട് വേണം ചേഞ്ച് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ഇത് പൂക്കളൊക്കെ അവർ നേരത്തെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ക്ലബ് ഹൗസാണ്. കിക്ക് സ്റ്റാർട്ടിങ് ഓണം 2025. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോഴേ ഇങ്ങനെ ഈ ചെണ്ടമേളവും പുലിക്കളിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ നാട്ടിലാന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് നമ്മുടെ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള കോൺകോർഡ് മാൻഹട്ടൻസ് അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ നല്ല അടിപൊളി രീതിയിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ പുലിച്ചേട്ടന്മാരെയൊക്കെ ലുക്ക് നോക്കിക്കുക. നേരെ ഇറക്കുമതി ചെയ്താട്ടോ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന്. പിന്നെ ഈ ഓണം സെലിബ്രേഷൻസ് ഓണത്തിന് തൊട്ട് മുന്നേ നടന്നാട്ടോ. അവിടുത്തെ സെലിബ്രേഷൻസ് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് നാട്ടിൽ പോയിട്ട് ഓണം ആഘോഷിക്കാൻ. ഇത് ഏകദേശം ഒരു ഓഗസ്റ്റ് 23 വീക്കെൻഡ് നോക്കിയിട്ട് നടത്തിയ സെലിബ്രേഷൻ ആട്ടോ. നമ്മളിവിടെ വീക്കെൻഡ് നോക്കിയിട്ടാണ് ഓണം സെലിബ്രേഷൻസ് വെക്കുക. കാരണം ബാക്കി ദിവസമൊക്കെ ഓഫീസും സ്കൂളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പന പോലെ നിൽക്കുന്ന ആട്ടോ എൻ്റെ ഫ്രണ്ട് അഞ്ജന. അവളുടെ ഹൈറ്റ് എത്രയാണ്? 5 അടി 10 ഇഞ്ച്. ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ കമ്മിറ്റിയുടെ മെയിൻ ആളാട്ടോ. പിന്നെ ഞാനിവിടെ അല്ല താമസിക്കുന്നത് കേട്ടോ. ഞാൻ അഞ്ജനേൻ്റെ ഫ്ലാറ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിന് വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ പോലെയായി. എന്നാലും ഞങ്ങൾ ഇവിടെ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. ഈ ചടങ്ങാണ് ഇവിടെ പ്രദക്ഷിണ മാവേലിനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കിട്ടിയവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വീഡിയോനും ഫോട്ടോനും പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഇവർ ഈ പ്രദക്ഷിണം ഇങ്ങനെ വെച്ചിട്ട് ഫുള്ള് അപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് പോകും. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ഡപ്പാങ്കൂത്താണല്ലോ മെയിൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡപ്പാങ്കൂത്തൊക്കെ കളിച്ച് ചെണ്ടമേളുടെ ഒപ്പം താളിട്ടിട്ട് പോകുമായിരുന്നേ. ഇവിടെ ഈ പിങ്ക് ബ്ലൗസൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ ഇവിടുത്തെ മെഗാ തിരുവാതിരക്കളിയുടെ മെയിൻ ആൾക്കാരാണ്. അങ്ങനെ ഇതേ നമ്മുടെ മാവേലി തമ്പുരാൻ വന്നേ. അപ്പോൾ മാവേലി തമ്പുരാനും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊസഷൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മഹാബലിനെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ വട്ടം വളരെ നേരത്തെ വന്നു. അപ്പൊ മാവേലിയുടെ ഒപ്പം ഒരു യോ വിളിക്കാം. ആർപ്പോയാലോ? റെഡി 1 2 3 ഗോ. ആർപ്പോ ഹീറോ ഹീറോ ഹീറോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്ര ആർപ്പ് വിളിച്ചിട്ട് മതിയാവുന്നില്ല. പോരാത്തതിന് തുള്ളിച്ചാടി ചാടി നമ്മളൊരു വഴിയായി കേട്ടോ. എന്നാലും വിട്ടുകൊടുക്കാൻ ഒരു ഭാവമില്ല. ഇത് പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളാണ്. കുറച്ചെണ്ണത്തിന് അവിടെ കാണാതെ ബാക്കി എന്നൊക്കെ എവിടെയോ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് മെഗാ തിരുവാതിര. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ് ആയിരുന്നു. വെൽ ഡൺ, വെൽ കൊറിയോഗ്രാഫ്. ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് അവർ നന്നായി എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ഒരുപാട് നോൺ മലയാളീസും ഇതിലുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ ഒരുപാട് ഫോട്ടോ സെഷൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നേ. ഓണത്തിൻ്റെ ഇടയിൽ പൂട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ വക പേക്കൂത്ത് വേറെയും. ഞങ്ങൾ ആ പുലിച്ചാട്ടിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ നോക്കിയതാണ് ഗൈസ്. അപ്പോഴേക്കും സദ്യ റെഡി ആയതുകൊണ്ട് ഞങ്ങൾ നേരെ സദ്യയുടെ അടുത്തേക്ക് പോയിട്ടോ. അല്ലെങ്കിൽ ഫുഡ് ഇട്ടിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും അടുത്ത പ്രോഗ്രാമിനുള്ള അറ്റ്മോസ്ഫിയറൊക്കെ റെഡിയായി. ഇവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം. ഈ പഴക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രൈസ്. ഇത് വെറും പ്രൈസല്ല, ഫസ്റ്റ് പ്രൈസാണ്. ഒന്നല്ല 2 പഴക്കൊലകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് എന്തിൻ്റെ പ്രൈസാണെന്നല്ലേ നമുക്കിതേ കാണാം കേട്ടോ. അപ്പോൾ ഇതേ കട്ട വെയിറ്റിംഗ് ഫോർ വടംവലി ടു സ്റ്റാർട്ട്. പിന്നെ വടംവലിയിൽ അങ്ങനെ ഓടിച്ചെന്നൊന്നും കളിക്കാൻ പറ്റിയ പല കാറ്റഗറീസ് ഉണ്ട്. കുട്ടികളുടെ തന്നെ 2 കാറ്റഗറി ഉണ്ടായിരുന്നു. അണ്ടർ 6ഉം പിന്നെ എബോവ് 6ഉം. അത് കഴിഞ്ഞ് മെൻസ് ലേഡീസ് അങ്ങനെ വേണ്ട ഒരു ആരവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞു പിള്ളേരെ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ വലിയ പിള്ളേരാണ്.
Suppose if the other team wins, there will be one more round to judge the winner. Okay? Go! ഏറ്റവും ആവേശോജ്വലമായ വടംവലിയെന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഇതുവരെ നടന്ന എല്ലാ റൗണ്ടുകളെക്കാളും ഏറ്റവും ഹാസ്യമേറിയ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാശിയേറിയ പോരാട്ടം, വാശിയേറിയ പോരാട്ടം, വാശിയേറിയ പോരാട്ടം. ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിനൊരു തീരുമാനമായി. ഇത് അടുത്തത് നമ്മുടെ പുരുഷ കേസരികളുടെ വടംവലി. ചെറുതായൊന്ന് ഞങ്ങളുടെ വടംവലിയുടെ ഫുട്ടേജ് മിസ്സായിപ്പോയേ. കൈകളിൽ നിന്നും അഞ്ജന തുള്ളി വന്ന് എടുത്ത് വാങ്ങിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴും കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ടില്ല. അയ്യോ, കൊല നടക്കുന്നേ. ഗ്രാൻഡ് വിന്നർ ആയിട്ടുള്ള ടീം നിർമ്മലിനെ പഴക്കുല സ്വീകരിക്കുന്നതിനായി സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം അതിനൊരു തീരുമാനമായി. പിന്നെ ഇവിടെ പുറത്തിറങ്ങിയ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ കോമൺ ഏരിയയിൽ. ഓണം ഗണേശ് ചതുർത്ഥിയൊക്കെ പ്രമാണിച്ച് ഒരുപാട് ഷോപ്പിങ്ങിനും പിന്നെ ഫുഡ് ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റി. പിന്നെ ഏത് മൂഡ് പാട്ട് വയ്ക്കാതെ എന്ത് ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ പാട്ടൊക്കെ ഇട്ട് വീണ്ടും ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ഒന്നും കൂടി കൊഴുപ്പിച്ച് ഡാൻസ് കളിച്ച് തിമിർത്ത് നമ്മൾ ഈ കൊല്ലത്തെ ഓണത്തിന് അങ്ങ് വരവേറ്റു. ഇത് കഴിഞ്ഞ് എല്ലാവരും നാട്ടിൽ പോയി ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ബാംഗ്ലൂർ ഓണം സെലിബ്രേഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഓണത്തിന് മുന്നേ തുടങ്ങിയിട്ട് ഓണം കഴിഞ്ഞിട്ട്, അതായത് ഒക്ടോബറിൽ ദീപാവലിയുടെ സമയത്തും ഓൾമോസ്റ്റ് ക്രിസ്മസ് വരെ ഇങ്ങനെ പല അസോസിയേഷൻസിൻ്റെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ ഓണം സെലിബ്രേഷൻ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വട്ടം വേറെ വീഡിയോയിൽ കാണാം. ബൈ. ഏത് മൂട്